വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഗ്രാഹ്യമില്ലാതെ വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ചാൽ വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത് കേൾക്കുന്നവർ ഉള്ളിൽ ഇതുപോലെയാകുമെന്ന ചിന്തയിൽ വിശ്വസിക്കും. എന്നാൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലെ പല സംഭവങ്ങളും ഇന്ന് പൊതുവിൽ ചിന്തിക്കുന്ന ചിന്തകൾ ഒന്നും അല്ല. അതിന്റെ മർമ്മികമായ രഹസ്യങ്ങളുണ്ട്. ഈ 6-ാം അധ്യായത്തിൽ ചിലർ പ്രസംഗിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ 6-ാം അധ്യായം 1, 2, 3, 4 ഇങ്ങനെ വാക്യം വായിക്കുമ്പോൾ ഒരു 4 കുതിരകളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 4 നിറമുള്ള 4 കുതിര. നിങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുവാൻ കഴിയും. 1 വെള്ളക്കുതിര, 2 ചുമന്ന കുതിര, 3 കറുത്ത കുതിര, 4 ഒരു മഞ്ഞക്കുതിര. ഈ 4 കുതിരയും ഒന്നാകുന്നുവെന്നും ഒരു കുതിരയുടെ 4 സ്വഭാവം അല്ലെങ്കിൽ 4 നിറമാകുന്നുവെന്നും പഠിപ്പിക്കുന്നവർ ഇന്നുണ്ട്. വീണ്ടും അവർ പഠിപ്പിക്കുന്ന ഒരാശയം, ഈ കുതിരയുടെ നിറവും ഈ കുതിരയും എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തുവിന്റെ 4 സ്വഭാവമാണ് 4 കുതിരയെന്ന് ഇന്ന് ഒട്ടുമുക്കാൽ ക്രിസ്തീയ വിഭാഗം പഠിച്ചും വെച്ചിട്ടുണ്ട്. ഇത് വ്യക്തമായി അറിയാതെ പലരും പ്രസംഗിക്കുമ്പോഴും അതതുപോലെ പ്രസംഗിക്കും. അപ്പൊ നമ്മൾ ഓർക്കും ഇതാണല്ലോ ശരി എന്ന ചിന്താഗതിയിൽ ഇരിക്കുന്നവരും ഇല്ലാതില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അതിന്റെ തനതായ ചിന്തയിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പോരായ്മകൾ സംഭവിക്കും. അതുകൊണ്ട് ഈ 6-ാം അധ്യായത്തിൽ പറയുന്ന 4 നിറമുള്ള കുതിരയും ഒന്നാണോ എന്ന് ആദ്യം ചിന്തിക്കണം. വാസ്തവത്തിൽ ഒന്നല്ല. അതിന്റെ ആശയം ഞാൻ തൊട്ടുവെച്ച് പറയാം. ഒന്ന് വായിക്കാം. അതിന്റെ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് വളർന്നല്ലേ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ കണ്ടോ. 5-ാം അധ്യായത്തിൽ 7 മുദ്രയാൽ മുദ്ര ചെയ്യപ്പെട്ട പുസ്തകം. അത് വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് സ്വർഗത്തിൽ മുഴങ്ങിയ ശബ്ദത്തിന്റെ മുൻപിൽ അത് പൊട്ടിക്കുവാനും പുസ്തകം തുറക്കുവാനും യോഗ്യനായ ഒരുവൻ പ്രത്യക്ഷപ്പെടുകയാ. ആ പ്രത്യക്ഷപ്പെട്ടവന്റെ പേര് 24 മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞത് യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും ആയവൻ എന്ന. എന്നാൽ യോഹന്നാൻ കണ്ടത് 6-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുമ്പോൾ പറയുന്നു, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ. അപ്പൊ 24 മൂപ്പന്മാരിൽ ഒരുവൻ യഹൂദാ ഗോത്രത്തിൽ സിംഹമെന്നും ദാവീദിന്റെ വേരെന്നും ഓർപ്പിച്ച ആ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അറുക്കപ്പെട്ട കുഞ്ഞാട്. അത് കർത്താവായ യേശുക്രിസ്തുവാ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ അടുത്ത വാക്ക് കേട്ടോ, നീ വരിക എന്ന്. നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഏതാ ഈ 4 ജീവികൾ? യോഹന്നാൻ സ്വർഗം തുറന്ന കാഴ്ച കണ്ടപ്പോൾ സിംഹാസനം കാണുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്ന കാണുന്നു. അവന്റെ രൂപാവസ്ഥകൾ കാണുന്നു. 24 സിംഹാസനങ്ങൾ കാണുന്നു. 24 മൂപ്പന്മാരെ കാണുന്നു. പളുങ്കിനൊത്ത നദി കാണുന്നു. ആ കൂടെ 4 ജീവികളെ ഈ കാണുന്നു. ആ 4 ജീവികളിൽ ഒന്നിന്റെ രൂപം
സിംഹത്തിന് സദൃശ്യം. രണ്ടാമത്തേത് അവിടെ വായിക്കുന്നു, ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യം, രണ്ടാമത്തെ മൃഗം കാളയ്ക്ക് സാദൃശ്യം, മൂന്നാമത്തേത് മനുഷ്യ സാദൃശ്യം, നാലാമത്തേത് കഴുക സാദൃശ്യം. ആറാമധ്യായത്തിൽ കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നു. പൊട്ടിക്കുമ്പോൾ ഈ 4 ജീവികളിൽ നിന്ന് സിംഹമുഖമുള്ള, കാളഭാഗമുള്ള, മനുഷ്യരൂപ സാദൃശ്യമുള്ള, കഴുക സാദൃശ്യമുള്ള 4 ജീവികളിൽ ഒന്ന് ഇതാ ഇങ്ങോട്ട് വരികയാ. വന്നിട്ട് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? ഇടിമുഴക്കം പോലെ പറഞ്ഞത്. വായിക്കേ, അടുത്ത വാക്കേ. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഇനി ശ്രദ്ധിക്കേ, കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇടിമുഴക്കം പോലെ പറഞ്ഞത് കുഞ്ഞാടല്ല. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ ഒന്നാണ് ഇടിമുഴക്കം പോലെ പറഞ്ഞത്, അഥവാ സിംഹസാദൃശ്യമുള്ള ജീവി. ഇനി ശ്രദ്ധിക്കണം, ഞാൻ വായിപ്പിച്ചിട്ട് പറയാം. ഇടിമുഴക്കം പോലെ പറഞ്ഞപ്പോൾ വായിക്കുഞ്ഞേ. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഇനി ശ്രദ്ധിക്കണേ, അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ബാക്കിയെ വായിപ്പിക്കാം. അടുത്തത് അതിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചേ. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ശ്രദ്ധിക്കേ, ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒന്നാം ജീവി ഇടിമുഴക്കം പോലെ വിളിച്ചു. അപ്പോൾ ഒരു വെള്ളക്കുതിര വന്നു. രണ്ടാമത് ശ്രദ്ധിക്കണം, ബൈബിൾ വായിക്കുമ്പോഴേ അത് ശ്രദ്ധയോടെ ഗവനിച്ച് അല്ലെങ്കിൽ ശ്രദ്ധയോടെ അത് ചിന്തിച്ചു വായിക്കണം. നാം പത്രം വായിക്കുന്ന പോലെ വായിച്ചു പോയാൽ ഒന്നും മനസ്സിലാകില്ല. ഇനി ആ വാക്കൊന്ന് വായിച്ച രണ്ടാം വാക്യം. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അപ്പോൾ ഒരു വെള്ളക്കുതിര. ഇനി മൂന്നാം വാക്യം. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ, അവൻ ആരാ? കുഞ്ഞാട്. അവൻ കുഞ്ഞാട് രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി കാളയ്ക്ക് സാദൃശ്യമുള്ള ജീവി പറയുന്നത് ഞാൻ കേട്ടു. വായിക്കേ. അപ്പോൾ ചുമന്നതായ മറ്റൊരു കുതിര. ആ വാക്ക് കിട്ടാനാ ഞാൻ വായിപ്പിച്ചത്. ചുമന്നതായ മറ്റൊരു കുതിര. കണ്ടോ? വെള്ളക്കുതിരയും ചുമന്ന കുതിരയും കറുത്ത കുതിരയും മഞ്ഞക്കുതിരയും ഒന്നല്ല. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? ഇത് 4ഉം ഒരു കുതിരയല്ല. ചിലര് പഠിപ്പിക്കുന്നത് ഇത് 4ഉം ഒരു കുതിരയാണ്. ആ ഒരു കുതിരയുടെ 4 സ്വഭാവമുള്ള അവസ്ഥയാണ് 4 നിറം കാണിക്കുന്നത്. അല്ല, ഇത് 4ഉം 4 കുതിരയാ. ഒന്നാം കുതിര വെള്ളക്കുതിര. രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ മറ്റൊരു കുതിര, അത് രണ്ടാമത്തെ കുതിരയാ. അപ്പൊ ശ്രദ്ധിക്കേ, ഈ ഒന്നാം കുതിര ഏതാണ്? ഈ രണ്ടാം കുതിര ഏതാണ്? ഈ മൂന്നാം കുതിര ഏതാണ്? ഈ നാലാമത്തെ കുതിര ഏതാണ്? ഇത് എതിർ ക്രിസ്തുവാണോ? നിങ്ങളോട് ഞാന് വളരെ ലളിതമായിട്ട് 1-2 കാര്യം ഓർപ്പിച്ചിട്ട് മുൻപോട്ട് വരാം. ഈ 6-ാം അധ്യായത്തിൽ 2 വിശേഷമായ ചിന്തയാണ് കൊടുത്തേക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ നടക്കേണ്ട 4 ലോകരാജ്യങ്ങളുടെ മുൻപോട്ടുള്ള അവസ്ഥ. 2, യേശുവിന്റെ വരവിന് ശേഷം
ഭൂമിയെ ഭരിക്കുവാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ സാഹചര്യ തീരുമാനത്തിന്റെ ഒരുക്കം. ഈ രണ്ടു വിഷയം 6-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതറിയാതെ പഠിച്ചാൽ ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ചിന്ത വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ചിന്തിക്കണം. 6-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുന്നു. കുഞ്ഞാട് ക്രിസ്തു പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ വിളിക്കുന്നു. വിളിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര വരുന്നു. ഇനി വായിച്ചേ അതിന്റെ ബാക്കി. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ 1-ാം മുദ്ര തീർന്നില്ല. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അടുത്തത്, അതിന്മേൽ കുതിരയുടെ മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിപ്പാനായും പുറപ്പെട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ആയവരുണ്ട്, ആകാത്തവരുണ്ട്. കുതിര എന്ന് പറയുന്നത് ശക്തി, കഴിവ്, ഉന്നതി, ഉയർച്ച ഇവയെ സൂചിപ്പിക്കുന്നതാ. കുതിര എന്ന് പറയുന്നത് ഹോഴ്സ് പവർ, അതിന്റെ ശക്തിയെ കാണിക്കുന്നതാ. കിരീടം അധികാരത്തെ കാണിക്കുന്നതാ. അപ്പോൾ അധികാരമുള്ള ശക്തിയുള്ള ഒരുവൻ വരുന്നു. അധികാരമുള്ള ശക്തിയുള്ള ഒരുവൻ വരുന്നു. ആ വരുന്നത് വെള്ള നിറമുള്ള കുതിരമേൽ. വെള്ള 2 കാര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. 1 സമാധാനം, 2 പരിശുദ്ധി. ഇവിടെ സമാധാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതിനിധാനം ചെയ്യുന്ന സമാധാനത്തിന്റെ വെള്ളയായ അധികാരമുള്ള ശക്തിയുള്ള ഇതാരാണ്? ഇതാരെന്നറിയണമെങ്കിൽ ഒരൽപ്പം പിറകോട്ട് പോകണം. ഒരൽപ്പം പിറകോട്ട്. യേശുക്രിസ്തു മനുഷ്യാവതാരത്തിൽ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ ആഗ്രഹിക്കും മുൻപ്, അഥവാ യേശുവിന്റെ ഭൂമിയിലേക്കുള്ള മനുഷ്യാവതാരത്തിന് മുൻപ് യേശുവിന്റെ വരവിന് വേണ്ടി ലോകം അറിയാത്ത വിധത്തിൽ ദൈവ പദ്ധതിയാൽ ഒരു വലിയ ഒരുക്കം നടന്നു. എന്നെ ശ്രദ്ധിക്കണേ. യേശുവിന്റെ 1-ാമത്തെ വരവിൽ, അഥവാ മനുഷ്യാവതാരത്തിലുള്ള യേശുവിന്റെ വരവിന് വേണ്ടി ഒരു വലിയ ഒരുക്കം സംഭവിച്ചു. ഒരു വാക്യം വായിച്ചിട്ട് വരാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത് വാക്യം വായിച്ചേ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത് വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. കണ്ടോ? നിയോഗിച്ചയച്ചത്. അപ്പോൾ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് ദൈവം നിയോഗിച്ചയച്ചതാണ്. ആരെ? കർത്താവായ യേശുക്രിസ്തുവിനെ. എന്ത് കാലസമ്പൂർണത? എന്താ ദൈവം നിയോഗിച്ചത്? അതിന്റെ അർത്ഥം കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ കാലം പൂർത്തിയായപ്പോൾ. ശ്രദ്ധിക്കണേ,
കാലം പൂർത്തിയായപ്പോൾ, ഏത് കാലം? ദൈവത്തിന് പദ്ധതിയുടെ കാലം. ദൈവം വെച്ച പദ്ധതിയുടെ കാലം പൂർത്തിയായപ്പോൾ, എന്താ ദൈവം വെച്ച പദ്ധതി? യേശു ക്രിസ്തുവിന്റെ വരവിനായി, മനുഷ്യാവതാരത്തിനായി കാലം കരുതിയ ആ അവസ്ഥ എന്താണ്? ദൈവം നിയോഗിച്ച കാലസമ്പൂർണത എന്താണ്? അതറിയണമെങ്കിൽ പിറകോട്ട് പോണം. യേശുവിന്റെ ഒന്നാമത്തെ മനുഷ്യാവതാരത്തിന് മുൻപ് ഈ ലോകത്തിൽ 4 ലോകശക്തികൾ വരണമെന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മുൻകൂട്ടി തീരുമാനിച്ച ആ 4 ലോകശക്തികൾ ആരാ?